നമസ്കാരം, ഞാൻ സുരേഷ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദുഃഖത്തിനെ കുറിച്ചിട്ടാണ്. രാമായണത്തിലാണെങ്കിലും മഹാഭാരതത്തിലാണെങ്കിലും ഭാഗവതത്തിലാണെങ്കിലും ദുഃഖത്തിൻ്റെ പരിപൂർണമായ കഥകളാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് ഇത് നമ്മളിതിനെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നും ദുഃഖങ്ങളുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പേപ്പർ തുറന്നാലോ TV ഓൺ ചെയ്താലോ മൊബൈൽ തുറന്നാലോ പ്രശ്നങ്ങളും സംഘർഷങ്ങളും യുദ്ധങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുടെ ജീവിതം. അപ്പോൾ ഈ ദുഃഖങ്ങളൊക്കെ എങ്ങനെ മറികടക്കണം? അതിന് പുറമെ നമ്മളെ നിത്യജീവിതത്തിലാണെങ്കിലോ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയ ക്യാൻസർ വരെയുള്ള അസുഖങ്ങളുടെ മാറാവ്യാധികളുടെ എപ്പോൾ വേണമെങ്കിലും എന്ത് അസുഖം വരാമെന്നുള്ള കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ദുഃഖത്തിനെ നമുക്ക് മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് ആധ്യാത്മിക ദുഃഖം, ഒന്ന് ആദി ഭൗതിക ദുഃഖം, പിന്നുള്ളത് ആദി ദൈവിക ദുഃഖം. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് മറികടക്കാനുള്ള മാർഗങ്ങൾ തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് കാണാം. ഗുഡ് ബൈ.